നമസ്കാരം. 20th അവറാണ് നിഗൂഢതകളുടെ 20-ാം മണിക്കൂർ. ഈ വിവാഹത്തിന്റെ പേരിൽ നടക്കുന്ന സംഭവങ്ങൾ, അത് വിവാഹശേഷമായിക്കോട്ടെ വിവാഹത്തിന് മുമ്പായിക്കോട്ടെ, വിവാഹത്തിന്റെ പേരിൽ ഒരുപാട് തട്ടിപ്പുകൾ, വിവാഹശേഷം ഉണ്ടാകുന്ന ഇതര ബന്ധങ്ങൾ, ഇതൊക്കെ വലിയ തോതിൽ നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ജീവിതത്തെ കൊണ്ടെത്തിക്കാറുണ്ട്. ഒരു പിടി സംഭവങ്ങളാണ് നമുക്ക് ചുറ്റും അങ്ങനെ നടക്കുന്നത്. ചില കാര്യങ്ങളിലേക്ക് എത്തി നോക്കാം. സ്വാഗതം. ഒരിക്കൽ അനന്തരവനോട് പ്രണയം. അവിഹിതത്തിന് തടസ്സമായി നിന്ന ഭർത്താവിനെ 3 മണിക്കൂറോളം ഷോക്കടിപ്പിച്ചു കൊന്നു. ഭാര്യയും സഹോദരിയും കാമുകനും പിടിയും. കേട്ടാൽ പേടിക്കുന്ന, കണ്ണിൽ ചോരയില്ലാത്ത ഈ ക്രൂരതയുടെ കഥ വരുന്നത് ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ നിന്നാണ്. അവിഹിത ബന്ധത്തിന് തടസ്സമായി നിന്ന ഭർത്താവിനെ അങ്ങ് തീർത്ത് കളയാൻ തീരുമാനിക്കുകയാണ് ആ ഭാര്യയും ആ കാമുകനും. അവർ 3 മണിക്കൂറോളമാണ് ആ ഭർത്താവിനെ ഷോക്കടിപ്പിച്ചത്. 4 പേരാണ് ആകെ ഈ ക്രൂരകൃത്യത്തിന് കൂട്ടുനിന്നത്. മജ്ജോല സ്വദേശിയായിട്ടുള്ള പവൻ എന്ന യുവാവാണ് കൊല്ലപ്പെടുന്നത്. ഈ പവന്റെ ഭാര്യ അഞ്ചലാണ് പ്രധാന പ്രതി. 24 വയസ്സാണ് അവൾക്ക്. അവളുടെ കാമുകനാണ്, അനന്തരവനാണ് അങ്കിത്, 21 വയസ്സ്. ഒപ്പം അഞ്ചലിന്റെ സഹോദരിയായിട്ടുള്ള ശിഖ, 18 വയസ്സേ പ്രായമുള്ളൂ. ശിഖയുടെ കാമുകൻ അജയ്, 19 വയസ്സ്. എന്നിങ്ങനെ 4 പേരെ പോലീസ് പിടികൂടി. ഈ കൊലപാതകത്തിന് ശേഷം ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ആ സംഘത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ശ്രമം പോലീസിന്റെ അന്വേഷണത്തിൽ പൊളിഞ്ഞു. പോലീസ് പറയുന്നത് പ്രധാനമായും ഇത് അനന്തരവനോടുള്ള, അതായത് അവളുടെ ഭർത്താവിൻ്റെ അനന്തരവനാണ്, അവനോടുള്ള പ്രണയത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ, അത് ഈ ഭർത്താവ് എതിർത്തത്, ഇതൊക്കെയാണ് ഈ ക്രൂര കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ്. उसकी वाइफ आंचल और उसकी आंचल की बहन शिखा, इन दोनों के द्वारा अपने 2 साथियों के साथ में, जिसका नाम एक अंकित और एक अजय है, जिनका क्रमशः आंचल और शिखा से संबंध है, इन चारों के द्वारा मिलकर उक्त पवन की हत्या की गई. पुलिस के द्वारा वादी की तहरीर के आधार पर अभियोग पंजीकृत किया गया है. जो चारों एक्यूज्ड हैं उनको गिरफ्तार किया गया है. पुलिस के द्वारा इसमें चारों को गिरफ्तार कर माननीय न्यायालय के समक्ष पेश किया जा रहा है और दूसरी विधिक कार्रवाई जो है वो अमल में लाई जा रही है. 6 വർഷം മുമ്പ് വിവാഹിതരായവരാണ് ഈ പവനും ഈ ആഞ്ചലും. മാത്രമല്ല ഇവർക്ക് 3 വയസ്സുള്ള മകളുമുണ്ട്. എന്നാൽ ഇതിനിടെ ഈ ആഞ്ചലും ഭർത്താവിൻ്റെ അനന്തരവനായിട്ടുള്ള അങ്കിത്, ഈ കേസിലെ പ്രതിയായിട്ടുള്ള അങ്കിതും തമ്മിൽ പ്രണയമുണ്ടാവുകയാണ്. ഈ അവിഹിത ബന്ധം പവൻ അറിഞ്ഞു. ഇതോടുകൂടി ആ വീട്ടിൽ നിരന്തരം വഴക്കുകളായി, ബഹളമായി. ഒടുവിൽ ഈ പവൻ എന്ന 6 വർഷം മുമ്പ് താൻ വിവാഹം കഴിച്ച ആ ഭർത്താവിനെ ഒഴിവാക്കാൻ, അവരുടെ അവിഹിത ബന്ധത്തിന് തടസ്സം നിൽക്കുന്ന ആളെ ആ വഴിയിൽ നിന്നും നീക്കിക്കളയാൻ തീരുമാനിക്കുകയാണ് ആഞ്ചലും ആ കാമുകനും ചേർന്ന്. അങ്ങനെയാണ് ഈ പദ്ധതി ഇടുന്നത്. ഈ ക്രൂരകൃത്യത്തിന് കൂട്ടായി ആഞ്ചൽ വിളിക്കുന്നത് തൻ്റെ സഹോദരിയാണ് ശിഖയെ. ശിഖയെ ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ശിഖ അവളുടെ കാമുകനായിട്ടുള്ള അജയനെയും ഈ പദ്ധതിയുടെ ഭാഗമാക്കി ആ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ദിവസങ്ങൾ നീണ്ട ആസൂത്രണമാണ്. ആസൂത്രണത്തിനൊടുവിൽ അവർ ആ കൊലപാതകം നടപ്പിലാക്കുകയായിരുന്നു. പ്രതികൾ എന്ത് ചെയ്തു? പവനെ നിർബന്ധിച്ച് ബലപ്രയോഗത്തിലൂടെ വിഷം കഴിപ്പിക്കാൻ നോക്കി. പക്ഷേ ആ ശ്രമം പരാജയപ്പെട്ടു. പവൻ ശക്തമായി എതിർത്തു. അങ്ങനെ ആ ശ്രമം വിഫലമായതോടുകൂടി 4 പേരും ചേർന്ന് ഈ പവൻ എന്ന ആ യുവാവിനെ കെട്ടിയിട്ട് അതിക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി. അതിനുശേഷം യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ഏതാണ്ട് 3 മണിക്കൂറോളം ഇലക്ട്രിക് ഷോക്ക് ആ പവനെ ഏൽപ്പിച്ചു. 3 മണിക്കൂറാണ് ആ യുവാവ് ഷോക്കേറ്റ് കിടന്നത്. അക്രൂരമായ പീഡനത്തിനൊടുവിൽ അയാൾ പൂർണ്ണമായും അവശനായതോടെ ഈ പ്രതികൾ ബലമായി അയാളുടെ വായിൽ വിഷം ഒഴിച്ച് മരണം ഉറപ്പാക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അവരുടെ അടുത്ത പദ്ധതി.
ഇതൊരു ആത്മഹത്യയോ അല്ലെങ്കിൽ ഒരു അപകട മരണമോ ആണ് എന്ന് വരുത്തി തീർക്കുകയായിരുന്നു ലക്ഷ്യം. അതിനായി ആ മൃതദേഹം ഗോണിയിൽ നിന്നും താഴേക്ക് തള്ളിയിട്ടു. ഈ പവൻ വിഷം കഴിച്ച് ഗോണിയുടെ മുകളിൽ നിന്ന് വീണതാണ് എന്നാണ് ഈ ഭാര്യയായിട്ടുള്ള ആഞ്ചലും ഒപ്പം മറ്റുള്ളവരും അയൽവാസികളോടും ബന്ധുക്കളോടുമൊക്കെ പറഞ്ഞത്. പക്ഷേ ആ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ച് ഈ പവന്റെ ബന്ധുക്കൾ രംഗത്തെത്തിയതാണ് നിർണായകമായത്. അതിനൊരു കാരണവുമുണ്ട്. തൻ്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് ഏതാണ്ട് 3 മാസം മുമ്പ് തന്നെ പവൻ അവൻ്റെ സഹോദരിയെ വിളിച്ച് പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് ആരും അത് കാര്യമാക്കിയില്ല. അന്ന് ഈ ആഞ്ചലിൻ്റെ ബന്ധവും ആഞ്ചലിൻ്റെ അവിഹിത ജീവിതവുമെല്ലാം പവൻ സഹോദരി അറിയിച്ചതുമാണ്. അത്തരത്തിലുള്ള ഒരു സംശയത്തിൽ നിന്നാണ് പോലീസ് ഈ അന്വേഷണം തുടങ്ങി വെക്കുന്നത്. അങ്ങനെ കേസിൽ അറസ്റ്റിലായ 4 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി. ഭർത്താവിന് അവിഹിതമെന്ന് സംശയം. ഉറങ്ങിക്കിടന്നപ്പോൾ ഭർത്താവിന്റെ ജനനേന്ദ്രിയം അരിവാളുകൊണ്ട് വെട്ടിമാറ്റി. ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ നടന്ന സംഭവമാണ്. ദ്രൗപതി ഭായ് എന്ന സ്ത്രീയാണ് ഈ കേസിലെ പ്രതി. ഭർത്താവിന് അവിഹിത ബന്ധമുണ്ട് എന്ന് സംശയിച്ചാണ് അയാൾ ഉറങ്ങിക്കിടന്നപ്പോൾ ആ ഭർത്താവിനെ അവൾ ഒരു അരിവാള് കൊണ്ട് ആക്രമിക്കുന്നു. ഉറങ്ങിക്കിടന്ന ഭർത്താവിന്റെ ജനനേന്ദ്രിയം മുറിച്ചു മാറ്റുകയായിരുന്നു വളരെ പെട്ടെന്ന് ആ യുവതി. എന്താണെങ്കിലും ആ യുവതിയെ, ആ ഭാര്യയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് ഈ രാജേഷ് കൗശിക്. അയാളാണ് ഈ ആക്രമണത്തിനിരയായത്. ഗുരുതരാവസ്ഥയിലായിരുന്നു അയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ ചികിത്സയിലാണ്. ഈ ദമ്പതികൾ തമ്മിൽ കുറച്ചു കാലങ്ങളായി കുടുംബകലഹം പതിവായിരുന്നു എന്നാണ് അയൽവാസികളും ബന്ധുക്കളുമൊക്കെ പറയുന്നത്. ഈ ദ്രൗപതി ഭായിക്ക് അവരുടെ ഭർത്താവിനെ അയാൾക്ക് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ട് എന്നുള്ള വലിയ സംശയമാണ്. ഇക്കാര്യത്തിൽ പലപ്പോഴും അവിടെ തർക്കങ്ങളും വഴക്കുമൊക്കെ ഉണ്ടാകാറുണ്ട് എന്ന് അവർ പോലീസിന് മുന്നിൽ സമ്മതിക്കുകയും ചെയ്തു. ഇനി ആ രാത്രി അവർ ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചതും അതിനുശേഷം അവർ ഒരുമിച്ച് ഉറങ്ങാൻ കിടന്നതുമാണ്. പക്ഷേ ഈ പക ഉള്ളിലിട്ട് കൊണ്ട് നടന്ന ആ സ്ത്രീ രാത്രി വൈകുന്ന നേരത്ത് അയാൾ നല്ല ഉറക്കത്തിലാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു അരിവാളെടുത്തുകൊണ്ട് വന്ന് ആക്രമണം നടത്തുകയായിരുന്നു. അയാളുടെ ജനനേന്ദ്രിയം മുറിഞ്ഞ് പൂർണ്ണമായും വിച്ഛേദിച്ചു പോവുകയും ചെയ്തു. ഗുരുതരമായി പരിക്കേറ്റു അയാൾക്ക്. ആ പരിക്കേറ്റ രാജേഷ് സഹായത്തിനായി ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ആ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റോടി. മുറിയിൽ നിന്ന് പുറത്തേക്ക് ഓടിയ അയാളുടെ നിലവിളി കേട്ട് ഇവരുടെ തന്നെ പ്രായപൂർത്തിയാകാത്ത മകൻ എണീറ്റു. ആ മകനാണ് ബന്ധുക്കളെ വിവരം അറിയിച്ചതും. അങ്ങനെ കുടുംബാംഗങ്ങൾ എത്തിയാണ് ഈ രാജേഷിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പോലീസ് അങ്ങനെ വിവരം അറിഞ്ഞു. പോലീസ് സ്ഥലത്തെത്തി. കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ പോലീസിന് മുന്നിൽ ആ സ്ത്രീ കാര്യങ്ങൾ ഓരോന്നായി എണ്ണി പറഞ്ഞു. ഉടൻ തന്നെ അവരെ കസ്റ്റഡിയിലെടുത്തു. പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ എപ്പോഴും നിരന്തരമായിട്ടുണ്ടാകുന്ന ഈ കുടുംബ വഴക്കുകളും ഈ അവിഹിത ബന്ധത്തെക്കുറിച്ചുള്ള തൻ്റെ സംശയവുമാണ് ഇങ്ങനെയൊരു ആക്രമണത്തിന് പ്രേരിപ്പിച്ചതെന്ന് അവർ തന്നെ പോലീസിനോട് പറഞ്ഞു. എന്നാലും പ്രതിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നാണ് പോലീസ് പറയുന്നത്. भाटा क्षेत्र का मामला जिसमें पति पत्नी का आपस में विवाद हुआ, तो विवाद में महिला ने आवेश में आकर उसके ऊपर हंसिया से हमला कर दिया था। तो इसमें जो पति है उसको इलाज हेतु हॉस्पिटल में एडमिट कराया गया है। महिला को हिरासत में लिया गया है और उसके विरुद्ध थाना चकरभाठा में अपराध पंजीबद्ध किया जा रहा है और वैधानिक कार्रवाई की जा रही है. അമിതമായി രക്തം വാർന്ന നിലയിലാണ് രാജേഷ് എന്ന ആ യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അപകടനില തരണം ചെയ്തിട്ടില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്താണെങ്കിലും ഒരു സംശയത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഈ ഭാര്യയും ഭർത്താവിനും ഇടയിൽ ഉണ്ടാകുന്ന സംശയരോഗങ്ങൾ ഒരുപാട് കുറ്റകൃത്യങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതുപോലെ തന്നെ ഇവിടെയും സംഭവിച്ചു. തൻ്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായി ബന്ധത്തിലാണ്, അവിഹിതമാണ് എന്നുള്ള അവരുടെ സംശയമാണ് ഇത്തരമൊരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്.
സഹോദരനാണ് എന്ന വ്യാജേന സ്വന്തം ഭാര്യയുടെ വിവാഹം നടത്തി വലിയൊരു തട്ടിപ്പിന് ശ്രമം. വിവാഹത്തിൽ അവിവാഹവേദിയിൽ കൈപിടിച്ചു കൊടുത്തത് ഭർത്താവ് തന്നെ. ലക്ഷ്യമിട്ടത് ആ വരന്റെ പണം മുഴുവൻ തട്ടിയെടുക്കാൻ. മധ്യപ്രദേശിൽ അവിടെ മൊറേന എന്ന സ്ഥലം, ആ മൊറേന സ്വദേശിനിയായിട്ടുള്ള രാധ എന്ന് വിളിക്കുന്ന ദീക്ഷ മുഡ്ഗൽ, ആ സ്ത്രീയെയാണ് ഗ്വാളിയർ സ്വദേശിയായിട്ടുള്ള രത്തൻ ശർമ്മയുടെ പരാതിയിൽ പോലീസ് പിടികൂടുന്നത്. വിവാഹിതയാണ് ആ യുവതി. പക്ഷേ അവളും അവളുടെ ഭർത്താവും ഇക്കാര്യം മറച്ചുവെച്ച് മറ്റൊരു വിവാഹം നടത്തിയെന്നും ആ വിവാഹശേഷം പണവും സ്വർണവും ഉൾപ്പെടെ തൻ്റെ സമ്പത്ത് മുഴുവൻ തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്നുമാണ് രത്തൻ ശർമ്മ എന്ന ആ യുവാവിൻ്റെ പരാതി. ഈ സംഭവത്തിൽ യുവതിയുടെ സഹോദരനായി അഭിനയിച്ച യഥാർത്ഥ ഭർത്താവ് സോനു എന്ന അജയ് ചൗഹാൻ ഉൾപ്പെടെ 6 പേർ കൂടി പ്രതികളാണ്. ഇതിൽ അജയ് ചൗഹാനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബാക്കി പ്രതികൾക്കായി തെരച്ചിൽ തുടരുകയാണ് എന്നാണ് പോലീസ് പറയുന്നത്. युवक आए थे, इन्होंने का कहना है कि इनसे शादी करने का किसी ने इनको झांसा देकर और कुछ इनसे रुपए ले लिए हैं और शादी जैसी कोई बात नहीं थी. जो महिला इनसे शादी कराई जा रही थी और जो युवक उनके साथ आया था वो पहले से ही शादीशुदा है, उसके बच्चे भी हैं. तो इस प्रकार की धोखाधड़ी का इन्होंने आवेदन दिया है. तो इसमें भी हम जांच कर रहे हैं. जो भी इसमें तथ्य मिलेंगे आधार पर इसमें लाने कार्रवाई करेंगे. ജബൽപൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ജീവനക്കാരനാണ് ഈ രത്തൻ ശർമ്മ എന്ന യുവാവ്. കുറെ നാളുകളായി ഇയാളുടെ വിവാഹത്തിനായി വലിയ പരിശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ വിവാഹമൊന്നും നടക്കുന്നില്ല. കുറെ നാളുകളായി ഈ കല്യാണ പെണ്ണിനെ തേടി നടക്കുകയാണ് ആ രത്തൻ്റെ കുടുംബാംഗങ്ങൾ. അപ്പോൾ ഇതിനിടയിലാണ് ഇവരുടെ അയൽക്കാരനായിട്ടുള്ള സോനു തിവാരി എന്നയാൾ ഈ മൊറേന സ്വദേശിയായിട്ടുള്ള അജയ് ചൗഹാനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഇയാൾക്ക് വിവാഹം ആലോചിക്കുന്നുണ്ടെന്നും വിവാഹം ഒന്നും നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഈ അജയ് ചൗഹാൻ തൻ്റെ സഹോദരിയായിട്ടുള്ള രാധ എന്ന പെൺകുട്ടിക്ക് വിവാഹം ആലോചിക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ രത്തൻ ശർമ്മയുടെ കുടുംബത്തെ കാര്യങ്ങൾ അറിയിക്കുന്നു. അവരും താല്പര്യം പ്രകടിപ്പിക്കുന്നു. ശരിക്കും ഈ അജയ് ചൗഹാന്റെ ഭാര്യയാണ് രാധ, സഹോദരിയല്ല. ഇക്കാര്യം മറച്ചു വെച്ചാണ് വിവാഹ തട്ടിപ്പിനുള്ള ആദ്യ ശ്രമം അയാൾ അവിടെ തുടങ്ങുന്നത്. പണം നേടിയെടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ആ പ്രതികളുടെ ലക്ഷ്യം. ഈ യുവതിയുടെ ഫോട്ടോ കണ്ടതോടുകൂടി രത്തൻ ശർമ്മയ്ക്കും താല്പര്യമായി. അവരുടെ കുടുംബത്തിനും സമ്മതം. നേരിട്ടും രത്തൻ ശർമ്മ പോയി ആ യുവതിയെ കണ്ടു. അങ്ങനെ മെയ് 7-ാം തീയതി വിവാഹം നിശ്ചയിച്ചു. വിവാഹം നടക്കുകയും ചെയ്തു. സഹോദരനാണ് എന്നുള്ള വ്യാജേന അവളുടെ ഭർത്താവായിട്ടുള്ള ഈ അജയ് ചൗഹാനാണ് ആ വിവാഹ ചടങ്ങുകൾക്കൊക്കെ നേതൃത്വം നൽകുന്നത്. ചടങ്ങിൽ ഈ വധുവിൻ്റെ കൈ പിടിച്ചു കൊടുക്കുന്ന ചടങ്ങുണ്ട്. അതുപോലും ചെയ്തത് അയാളുടെ ഭർത്താവാണ്, അവരുടെ ഭർത്താവാണ്. മാത്രമല്ല ഈ വധുവിൻ്റെ ബന്ധുക്കളായി കുറച്ചേറെ പേരെയും ഈ പ്രതികൾ കൊണ്ടുവന്നു അഭിനയിക്കാനായി. അങ്ങനെ വിവാഹത്തിനായി ഏതാണ്ട് 7 ലക്ഷത്തോളം രൂപയാണ് ഈ രത്തൻ ശർമ്മ ചെലവാക്കിയത് എന്നാണ് അയാൾ പോലീസിനോട് പറയുന്നത്. വിവാഹം കഴിഞ്ഞ് കാര്യങ്ങൾ മാറി മറഞ്ഞു. ഈ വധുവും വരനും, അതായത് രത്തൻ ശർമ്മയും ഈ പറയുന്ന രാധയും ഗ്വാളിയോറിലെ ഇയാളുടെ വീട്ടിലെത്തി. പക്ഷേ വിവാഹം കഴിഞ്ഞ് ആ യുവതിയുടെ പെരുമാറ്റത്തിൽ കുറേയേറെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുകയാണ് ഈ രത്തൻ ശർമ്മ എന്ന നവവരനും അയാളുടെ വീട്ടുകാരും. നിരന്തരം ഈ യുവതി വാട്സപ്പിൽ ചാറ്റ് ചെയ്യും. അത് അവർക്കൊരു സംശയമുണ്ടാക്കുകയാണ്, മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത്. ഈ രത്തൻ ശർമ്മ എന്തു ചെയ്തു? ഈ ഭാര്യയുടെ ഫോണിലെ വാട്സപ്പ് തൻ്റെ മറ്റൊരു സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്ത് അവൾ അറിയാതെ അവളുടെ ചാറ്റ് പിന്തുടരാൻ തുടങ്ങി. അങ്ങനെ പരിശോധിച്ചതോടുകൂടിയാണ് അജയ് ചൗഹാനുമായുള്ള ഈ ചാറ്റുകൾ ഇയാൾ കണ്ടെത്തുന്നത്. സഹോദരനാണ് എന്ന് പറഞ്ഞ അജയ് ചൗഹാൻ ഭാര്യയുടെ ഭർത്താവാണെന്നുള്ള തിരിച്ചറിവ്, അതിൻ്റെ ഞെട്ടലായിരുന്നു അയാൾ. ഈ അന്വേഷണത്തിൽ രാധയും അജയ് ചൗഹാനും 2 വർഷം മുമ്പ് 2024 വിവാഹിതരായതാണ് എന്ന് അദ്ദേഹം കണ്ടെത്തി. അങ്ങനെയാണ് ആ സാധു മനുഷ്യൻ പോലീസിനെ സമീപിക്കുന്നത്. എന്താണ് ആ കല്യാണ തട്ടിപ്പിനിരയായ രത്തൻ ശർമ്മ പറയുന്നത്? मेरा 7 तारीख को मेरी शादी हुई राधा उर्फ दीक्षा मुदगल से, जो कि मुरैना की रहने वाली बताई गई है. अपने सोनू उर्फ अजय प्रताप सिंह नाम है उनका, सोनू चौहान नाम है उनका भाई का.
जो कि मुंह बोला भाई बन के आया था हमारे पास में, जो कि उनका बाद में हस्बैंड निकला। सर हमारे पास आए थे, उन्होंने बोला कि हमारी ये बहन है, मुंह बोली बहन बन के हमारे पास में आकर के शादी किया। इसके पहले भी वो फ्रॉड कई जगह कर चुके हैं सर, फ्रॉड कंपनी है, हमको ये बाद में समझ में आया। सर उनको वो बाकायदा लड़का उसको जान बोल रहा है, आई लव यू बोल रहा है, तूने मस्त मज़ा आ गया, तूने बस। लड़की उसको रिप्लाई दे रही है कि हाँ जान चिंता मत कर, ये डील है, मैं तेरी लाइफ भी बना दूंगी और अपनी लाइफ भी बना लूँगी, शादी तो एक डील है। इमीडिएटली मैंने अभी इमीडिएटली एक्शन नहीं लिया, सिर्फ 3-4 दिन का मैंने वेट किया और ज़्यादा से ज़्यादा उनके चैट मेरे पास इकट्ठे हो जाएं, इस एविडेंस का वेट किया। मेरे पास अभी उनके पूरे भरपूर एविडेंस है। बाद में मैंने उनको बोला कि भाई आपका जो रिश्ता है इनके साथ में वो मुझे मालूम चल गया। अब फिर उनका प्रेशर आने लगा सर, फिर वो हमको धमकी देने लगा कि मैं दोनों भाइयों में गोली मारूंगा, तुम्हारे पूरे परिवार को जेल भेजूंगा। അങ്ങനെ രത്തൻ ശർമ്മയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി. യുവതിയെ അവിടെ ഒരു വനിതാ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. യുവതിയുടെ യഥാർത്ഥ ഭർത്താവായിട്ടുള്ള അജയ് ചൗഹാനെയും കസ്റ്റഡിയിലെടുത്തു. ഇനിയും ഈ കേസിൽ പ്രതികളുണ്ട്. എന്തൊരു സങ്കടകരമായിട്ടുള്ള സാഹചര്യമാണെന്ന് നോക്കണം ആ രത്തൻ ശർമ്മയുടെ കുടുംബത്തിന്. അറ്റുനോറ്റു കിട്ടിയ ഒരു പെണ്ണാണ്. ഒരുപാട് നാളുകൾ അന്വേഷിച്ചിരുന്നു ഒരു വിവാഹം നടത്താനായി. പക്ഷേ ആ വധു തന്നെ പറ്റിച്ചു പോയതിൻ്റെ ഒരു ആഘാതം ഇപ്പോഴുമുണ്ട് ആ വീട്ടുകാർക്കും ആ രത്തൻ ശർമ്മയ്ക്കും. വിവാഹിതരാകാൻ പെൺകുട്ടികളില്ല. സമൂഹവിവാഹത്തിന്റെ മറവിൽ വഞ്ചിതരായത് 42 കുടുംബങ്ങൾ. ഭോപ്പാലിലെ ദേവദാസ് നഗരത്തിലാണ് വിവാഹത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു വലിയ തട്ടിപ്പ്. 1-2 42 പേരാണ് പറ്റിക്കപ്പെട്ടത്. ഈ നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഹാളിൽ വെച്ച് ഈ സമൂഹ വിവാഹം നടക്കും എന്നുള്ളതായിരുന്നു ഈ കുടുംബങ്ങളെ മുഴുവൻ സംഘാടകരെന്ന് അവകാശപ്പെട്ടിരുന്നവർ വിശ്വസിപ്പിച്ചിരുന്നത്. ഈ വരന്മാരും ഈ കുടുംബാംഗങ്ങളും അങ്ങനെ വിവാഹ ദിനത്തിൽ രാവിലെ തന്നെ ഹാളിലേക്ക് എത്തി. ആ വിവാഹം കഴിക്കേണ്ട പെൺകുട്ടികളെയോ അവരുടെ കുടുംബാംഗങ്ങളെയോ അങ്ങനെ യാതൊരു അനക്കം അവിടെ കാണുന്നില്ല. വിവാഹ മണ്ഡപത്തിൽ ഒരുക്കങ്ങളില്ല. അങ്ങനെ അവർ മണിക്കൂറോളം കാത്തു നിന്നു. വിവാഹവേഷത്തിലാണ് ആ 42 വരന്മാർ ആ ഹാളിൽ എത്തിയിരുന്നത്. പക്ഷേ എന്ത് ഫലം? കുറേയേറെ കാത്തു. കല്യാണം കഴിക്കേണ്ട വധു വരുന്നില്ല. ആ കാത്തിരിപ്പ് അതിങ്ങനെ അനന്തമായി നീണ്ടതോടെ അവർ വൈകുന്നേരമായതോടുകൂടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. പോലീസ് സ്റ്റേഷനിൽ ആ കല്യാണ പയ്യന്മാർ ഇങ്ങനെ നീണ്ട് നിരനിരയായി നിന്നാണ് പരാതി നൽകിയത്. അങ്ങനെ പോലീസ് സ്റ്റേഷനിലെത്തി കാര്യങ്ങൾ ഒക്കെ പറയുമ്പോഴാണ് ഏറെക്കുറെ അവർക്ക് ബോധ്യപ്പെടുന്നത് ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്നുള്ളത്. ഈ കാണുന്ന ഫോട്ടോ ഒന്നും പെൺകുട്ടികളുടെ യഥാർത്ഥ ചിത്രങ്ങളായിരുന്നില്ല. പലതും സോഷ്യൽ മീഡിയയിൽ നിന്നും ഇൻ്റർനെറ്റിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത ശേഷമാണ് ഈ ബന്ധുക്കളെയും ആ വരന്മാരെയും വഞ്ചിച്ചത് എന്നാണ് ബോധ്യപ്പെട്ടത്. दुल्हन के लिए आए थे, दूल्हे लेके। हाँ? तो नहीं मिला, फ्रॉड निकला। वो 16,000 जमा करे थे। ऑनलाइन कागज जमा करवाए उन्होंने। ऑनलाइन कागज जमा करे हमने। वो सब मांगे थे उनने, फोटो का ने, आधार कार्ड ने सब। हाँ फोटो दिखाया था। बस इसके आधार पे आए थे हम. സാമ്പത്തികമായി അത്ര മെച്ചമല്ലാത്ത കുടുംബങ്ങളിലെ ചെറുപ്പക്കാരെ, യുവാക്കളെയാണ് പ്രധാനമായും ഈ പ്രതികൾ ലക്ഷ്യമിട്ടത് എന്ന് വ്യക്തം. അതായത് ഈ വിവാഹമൊക്കെ നടത്താൻ ശേഷിയില്ലാത്ത കുടുംബങ്ങൾ. ഈ പെൺകുട്ടികളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഇവർക്ക് അയച്ചു കൊടുത്തു. ഇൻഡോറിലെ ഒരു അനാഥാലയത്തിൽ കഴിയുന്ന പെൺകുട്ടികളാണ് എന്നാണ് ഈ കുടുംബാംഗങ്ങളെയും ഈ വരന്മാരാകാൻ ആഗ്രഹിച്ച് വന്നവരെയും അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ആ ചെറുപ്പക്കാരെയും വിശ്വസിപ്പിച്ചത്. അങ്ങനെ അനാഥരായിട്ടുള്ള ആ പെൺകുട്ടികളെ സ്വന്തമാക്കുക, വിവാഹം കഴിക്കുക എന്നുള്ള സന്തോഷത്തിലാണ് അവർ ആ ദിവസം വിവാഹ വേഷമൊക്കെ ധരിച്ചെത്തിയത്. ഈ വരൻ്റെ കുടുംബങ്ങളിൽ നിന്ന് അത് പലതരത്തിലാണ്. ചിലരിൽ നിന്ന് 12,000 രൂപ മുതൽ അതിങ്ങനെ 25,000 രൂപ വരെ ഈ തട്ടിപ്പുകാർ കൈക്കലാക്കി എന്നാണ് പല പരാതികളിലായി പറയുന്നത്. ഏകദേശം 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ആ പ്രതികൾ ഈ ഒറ്റ സമൂഹ വിവാഹത്തിൻ്റെ പേരിൽ തട്ടിയെടുത്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുന്നുണ്ട്. ഒരു വരൻ അയാൾ പറയും. क्या बोला था आपको? शादी होगी, शादी करवाएंगे। 24 तारीख को बुलाया गया था।
लेकिन अब यहाँ आके आप सब देख ही रहे हैं। फोटो वोटो भी दिखाए थे आपको उनका? फोटो दिखाया था, फोटो आपके पास है फोटो? फोटो है, दूसरे मोबाइल में है, इसमें तो नहीं है अभी। अच्छा, यहाँ पे आया तो फिर क्या पाया आपने? क्या पाया अभी? ये सब जैसे ये लोग हैं वैसे ही हम बैठे हुए सुबह। कब से आए हो आप? सुबह आए। अच्छा, घर पे भी व्यवस्था सब कर ली होगी आपने शादी ब्याह की वहाँ कार्यक्रम? ഈ വീട്ടിൽ വിവാഹശേഷമുള്ള അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ നടത്തിയിരുന്നോ, സദ്യയൊക്കെ ഉണ്ടാകുമോ എന്നാണ് ഏറ്റവും ഒടുവിൽ ആ റിപ്പോർട്ടർ ചോദിക്കുന്നത്. അപ്പോൾ വളരെ സങ്കടത്തോടുകൂടി നിർവികാരത്തോടുകൂടി ആ പയ്യൻ പറയുന്നുണ്ടായിരുന്നു വീട്ടിലെല്ലാ തയ്യാറെടുപ്പുകളും പൂർണ്ണമാണ് എന്ന്. എന്താണെങ്കിലും പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത പല മോഡലുകളുടെയൊക്കെ ചിത്രങ്ങൾ ഈ തട്ടിപ്പിന് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയത്. മുകേഷ് ബൈരാഗി, സുനിത ബൈരാഗി, ദിനേശ് ദാസ് ബൈരാഗി, നരസിംഹദാസ് ബൈരാഗി എന്നിങ്ങനെ 4 പേർക്കെതിരെയാണ് ഏറ്റവും ഒടുവിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. എന്താണെങ്കിലും മുകേഷിനെയും സുനിതയെയും അറസ്റ്റ് ചെയ്തു. മറ്റ് പ്രതികൾക്കായി അന്വേഷണം തുടരുകയാണ് എന്നാണ് പോലീസ് പറഞ്ഞത്. ഈ പണം തട്ടിയെടുത്തതിന് പുറമെ ഈ വരന്മാർക്കും അവരുടെ കുടുംബത്തിനും ഉണ്ടാക്കിയ മാനനഷ്ടം, ആ മാനനഷ്ടത്തിനും പോലീസ് കേസെടുത്തിട്ടുണ്ട്. അവരുടെ സമയം പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ കാണാം 20 മണിക്കൂർ. നമസ്കാരം.